Hey guys, ഞാനിപ്പോൾ ഉള്ളത് ബാംഗ്ലൂർ കോട്ടയുടെ മുമ്പിലാണുള്ളത്. ഇവിടേക്ക് വരാൻ പ്രത്യേകിച്ച് എൻട്രൻസ് ഫീസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഫോട്ടോസൊക്കെ എടുക്കാൻ അലൗഡാണ്, ഫോട്ടോ വീഡിയോസൊക്കെ ക്യാമറ അലൗഡാണ്. അപ്പോൾ ഈ കോട്ടയുടെ കടക്കുമ്പോൾ എന്നെ കാണുന്നത് ഈ ഒരു എൻട്രൻസ് ഉണ്ട്, അത് മുകളിലേക്കുള്ളതാണ്. അങ്ങോട്ട് ആരെയും കടത്തി വിടാറില്ല. ഇപ്പോൾ ഇതാണ് മെയിനായിട്ടുള്ള ഈ കാണുന്ന എൻട്രൻസ്. ഇവിടെ കടത്താട്ടി മുമ്പ് നമ്മുടെ കൈ ഫുൾ സാനിറ്റൈസ് ചെയ്തതിന് മാത്രമാണ് കടത്തി വിടുള്ളൂ. പിന്നെ നമ്മുടെ അഡ്രസ്സ്, പേര്, കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കും. പിന്നെ നമുക്ക് ടെമ്പറേച്ചർ എത്രയാണല്ലോ അതും ഫുൾ എഴുതി വെച്ചതിന് ശേഷം മാത്രമാണ് കടത്തി വിടുള്ളൂ. ഇത് കടക്കുമ്പോൾ തന്നെ കാണുന്ന ഈ ഒരു എൻട്രൻസ് ആണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇതിന് 9 എൻട്രൻസ് ഉണ്ട്, അതൊന്നും ഇപ്പോൾ ഇല്ല. ഈ കോട്ടയുടെ 100%-ആകെ 5% മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഈ കോട്ട പണിതത് കെംപെ ഗൗഡ കേട്ടോ, ബാംഗ്ലൂർ ഫൗണ്ടർ എന്ന് അറിയപ്പെടുന്ന കെംപെ ഗൗഡയാണിത് 1537 പണി പൂർത്തിയാക്കിയത്. പക്ഷേ കോട്ട ഇന്ന് കാണുന്ന രീതിയിൽ അന്ന് ഉണ്ടാക്കിയത് മണ്ണുകൊണ്ട് ഉണ്ടാക്കിയൊരു കോട്ടയായിരുന്നു. അതിനുശേഷം ഹൈദർ അലിയാണ് 1761 ഈ കോട്ട ഇത്രയും ശക്തമായ രീതിയിൽ കല്ലുകൊണ്ട് ആക്കിയിട്ട് പണിത് കേട്ടോ. ഹൈദർ അലിക്ക് ശേഷം പിന്നെ ബ്രിട്ടീഷുകാർ ഈ കോട്ട പിടിച്ചടക്കി. 3ാം മൈസൂർ വാറിലാണ് പിന്നെ അത് ബ്രിട്ടീഷുകാർ ഇന്ന് ടിപ്പു സുൽത്താൻ ഈ കോട്ട പിടിച്ചടക്കിയത്. അതിനുശേഷം ഈ കോട്ട കൂടും ശക്തമായിട്ടാണ്. പിന്നെ 4ാം മൈസൂർ വാറിലാണ് പിന്നെ ടിപ്പു സുൽത്താൻ മരണത്തിന് ശേഷം പിന്നെ ബ്രിട്ടീഷുകാർ ഈ കോട്ട കിട്ടി. കോട്ടയുടെ പല ഭാഗങ്ങളും അവർ ഇടിച്ച് നിരത്തി. ഇപ്പോൾ ഈ കോട്ടയുടെ ആകെ ഒരു ഭാഗം മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ളൂ. ബാക്കിയുള്ള ഏരിയകൾ ഫുള്ള് ഇടിച്ച് നിരത്തി ഭാഗികമായി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ച് കാണാനായിട്ട് ഒരു അമ്പലമുണ്ട്, ചെറിയൊരു കോവിലുണ്ട്. ഈ കാണാനാണ് ആ കോവിൽ. അല്ലാണ്ട് പ്രത്യേകിച്ച് കൂടുതലൊന്നുമില്ല. അതാണ് ഒരു എൻട്രി ഫീസ് ഇല്ലാത്തതിൻ്റെ കാരണം. പിന്നെ ഇതിലേക്കുള്ള കുറേ ഗേറ്റ് വേകളൊക്കെ ഉണ്ട്, പക്ഷെ അതൊക്കെ ക്ലോസ്ഡ് ആണ്. ഇതൊക്കെ ഇതിലാകെ തുറന്നിട്ടുള്ള ഈ ഫ്രണ്ട് കാണുന്ന ഗേറ്റ് വേ മാത്രമല്ല ഓപ്പൺ ആയിട്ടുള്ളൂ. പിന്നെ ഇത് മാത്രമാണ് ഓപ്പൺ ആയിട്ടുള്ളൂ. പിന്നെ നേരെ പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ചായിട്ടൊന്നും കാണാനൊന്നും ഇതിൻ്റെ ഉള്ളിലില്ല. പിന്നെ പഴയൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഒരു ഫീല് കിട്ടും, അത്ര തന്നെ ഉള്ളൂ. അവിടെ മെയിനായിട്ട് ആളുകൾ വരണത് ഈ ഫോട്ടോഗ്രാഫി, വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി അതിനെ കൂടിയിട്ടാണ് ആളുകളിൽ വരണത് മെയിനായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കിടക്കുമ്പോൾ. പിന്നെ നല്ല രീതിയിൽ ഇപ്പോൾ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുകൊണ്ട് കോട്ട കേട്ടോ, കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. ഞാൻ ഇങ്ങോട്ട് ആദ്യമായിട്ട് വരണമല്ല, കഴിഞ്ഞ കൊല്ലം ഞാൻ മാർച്ചിൽ വന്നിട്ടുണ്ട്. ഇങ്ങോട്ട് മാർച്ചിൽ ഏപ്രിലായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അന്ന് കാണാൻ അതുപോലെ ഇന്നും കുറച്ചും കൂടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കോട്ട നന്നായിട്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയില്ല, ഫുള്ള് ഇരുട്ടാണ് നോക്കുമ്പോൾ കാണുന്നത്.
ഇപ്പോൾ ആകെ ഇത്രയുള്ള കോട്ട മെയിനായിട്ട് കാണാനായിട്ട്, പിന്നെ ഫോട്ടോസും വേണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് വരാം, അത്ര തന്നെ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ചായിട്ട് സാധനങ്ങളൊന്നുമില്ല. പിന്നെ ഈ ചുമരിൻ്റെ മുകളിൽ പഴയ ഫൈറ്റ് ചെയ്യണതിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. കണ്ടില്ല, ഇതെന്താ ഇത്? തവളയാണോ സിംഹമാണോ അറിയില്ല കേട്ടോ കണ്ടിട്ട്. പിന്നെ ഇപ്പം നല്ല ക്ലൈമറ്റാണ് ഇങ്ങോട്ട് വരാനായിട്ട്, കാരണം പ്രത്യേകിച്ച് ചൂടൊന്നുമില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ സമയം ഒരു 3 മണിയുണ്ട് കറക്റ്റ് പറയുകയാണെങ്കിൽ. പ്രത്യേകിച്ച് കാണാനൊന്നും ഇല്ല ഇതിൻ്റെ ഉള്ളിൽ, ജസ്റ്റ് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വരാം. പിന്നെ ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് എന്ന രീതിയിൽ താല്പര്യമുള്ളവർക്ക് ഇവിടെ എന്തായാലും വരാം. പ്രത്യേകിച്ച് എൻട്രി ഫീസ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം കുഴപ്പമില്ല. ഇവിടെ ഇരിക്കാനൊന്നായിട്ട് വേറെ സ്ഥലമൊന്നുമില്ല കേട്ടോ, അതും അടച്ചേക്കാണ് മെയിനായിട്ട്. അപ്പോൾ ആകെ ഇത്ര തന്നെ ഉള്ളൂ. ആകെ തിരക്കൊന്നുമില്ല. ഞാൻ വരും, ഇപ്പോൾ ആകെ 4-5 പേര് മാത്രമുണ്ട് ഇതിൻ്റെ ഉള്ളിലായിട്ട്. അപ്പോൾ സംഭവം ഇത്രയ്ക്കുള്ള കോട്ടയുടെ ഉള്ളിൽ കാണാനും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ചാനൽ ആരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.